നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനിൽ ഒരു ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. യുദ്ധത്തിൽ പൊറുതിമുട്ടിയ ജനം അവസാനം ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു വലിയ പണപ്പെരുപ്പം ഇറാനിൽ ഉണ്ടായതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടുത്തെ ജനത ആദ്യം തന്നെ ഒരു ജനകീയ പ്രക്ഷോഭം നടത്തിയിരുന്നു. പക്ഷേ 35,000-ഓളം ജനങ്ങളെ കൊന്നൊടുക്കിയതിന് ശേഷം ആ ജനകീയ പ്രക്ഷോഭം അവിടുത്തെ ഖമേനിയൻ ഭരണകൂടം അടിച്ചമർത്തുകയായിരുന്നു. അവർ സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടുമ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. അതിൽ മനം മടുത്ത ജനത അവർക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു. ആ പ്രക്ഷോഭത്തിനെയും അവർ അടിച്ചമർത്തി. അതിനുശേഷമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യം അവർക്കെതിരെ ഒരു സംയുക്തമായ ആക്രമണം നടത്തിയത്. ആക്രമണം ഇറാൻ്റെ സർവ്വമേഖലയിലേക്കും കടന്നു കയറി. ഖാർഗ് ദ്വീപിനെ അപ്പാടെ തകർത്തു കഴിഞ്ഞു. എണ്ണക്കിണറുകൾ തകർത്തു, വൈദ്യുത പ്ലാന്റുകൾ തകർത്തു, ജലസംഭരണികൾ തകർത്തു. അങ്ങനെ യുദ്ധം സംഹാരതാണ്ഡവം ആടി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു എസിമെട്രിക് വാർഫെയർ ഇത്രയും നാൾ നീട്ടിക്കൊണ്ടുപോകാൻ പക്ഷേ ഇറാന് സാധിച്ചു. ഇറാൻ്റെ സൈനിക ശേഷി അസ്തമിക്കാൻ പോകുമ്പോൾ പോലും അമേരിക്കയ്ക്ക് എതിരെയും ഇസ്രായേലിനെതിരെയും വളരെ ശക്തമായ ആക്രമണം തന്നെയാണ് അവർ നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു F-15 വിമാനം തന്നെ അവർ അടിച്ചിട്ടത്. എന്തായാലും ഇറാൻ നടത്തിയ ഈ ഐതിഹാസികമായ ഒരു പ്രക്ഷോഭം സത്യത്തിൽ അതൊരു വലിയ അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ മികവ് തന്നെയാണ്. IRGCയെ അതിലെത്ര പ്രശംസിച്ചാലും മതിയാവില്ല. പക്ഷേ IRGC വീണ്ടും തിരിച്ച് ഇറാനിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ഇറാൻ്റെ വീണ്ടും ഒരു സർവനാശത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ട് ചെന്നാക്കുന്നത്. അതായത് ഇസ്ലാമിക ഭരണത്തിൽ, ഇസ്ലാമിക നിയമത്തിൽ അങ്ങേയറ്റം കാർക്കശ്യ സ്വഭാവത്തോടുകൂടി ഭരണം നടത്തുന്ന IRGCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനകീയ അവകാശങ്ങൾക്ക് നേരെ കണ്ണടക്കുകയും അവർക്ക് നേരെ ഒരു മാനുഷികമായ സമീപനവും ഇല്ലാതെ തന്നെ ഒരു പോരാട്ടം തന്നെയായിരിക്കും അവർ നടത്തുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അമേരിക്ക ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ അവർക്ക് അമേരിക്കയും ഇസ്രായേലും ചെയ്തു കൊടുത്തില്ല എങ്കിൽ വീണ്ടും ഒരു ഖമേനി ഭരണകൂടത്തേക്കാൾ വലിയ ഭീകരമായ IRGC ഭരണമായിരിക്കും ഇറാനെ കാത്തിരിക്കുന്നത്. എന്തായാലും ഇതുവരെയും അവരുടെ ഒരു സമ്പത്തിനെ വലിയ രീതിയിൽ തകർത്തെറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇനി വീണ്ടും ഇറാന് തിരിച്ചു വരുവാനുള്ളൊരു സാധ്യത കൂടി ഒരുക്കണം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കുള്ളിലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് നടക്കുന്നത്. അവരുടെ ജനങ്ങൾ എല്ലാം തന്നെ ട്രംപിനെതിരാണ്. റിപ്പബ്ലിക്കൻസ് പോലും ട്രംപിന് എതിരായൊരു സാഹചര്യമാണ്. ഇനി അടുത്ത മിഡ് ടേം ഇലക്ഷനിൽ ട്രംപിന് വലിയ ഒരു പരാജയം തന്നെ ഉണ്ടാകുമെന്നാണ് ഏറെക്കുറെ കണക്ക് കൂട്ടുന്നത്. ആദ്യം തന്നെ ഡെമോക്രാറ്റ്സ് ഇതിനെ ട്രംപിൻ്റെ ഈ ഭരണത്തെ ശക്തമായി എതിർത്ത് കഴിഞ്ഞു. നാറ്റോ പോലും, ചരിത്രത്തിൽ ആദ്യമായി നാറ്റോ പോലും ട്രംപിനെതിരെ നീങ്ങിയാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടോ തുറന്ന്, അമേരിക്കയ്ക്കെതിരെയല്ല തങ്ങൾ നിൽക്കുന്നത്, ട്രംപിനെതിരെയാണ്. അനാവശ്യമായി യുദ്ധം നടത്തുക, യുദ്ധത്തിലേക്ക് നാറ്റോയും കൂടെ വലിച്ചിടുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നത് യൂറോ അറ്റ്ലാന്റിക് ഭാഗത്തുനിന്ന് മാറിയുള്ള ഒരു യുദ്ധത്തിനും തങ്ങളുടെ സഹകരിക്കില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു. തങ്ങൾ എന്തിനാണ് ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നതെന്ന് കെയർ സ്റ്റാമർ തുറന്നടിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കെയർ സ്റ്റാമർ തുറന്നടിച്ചു. സ്പെയിൻ എതിർത്തു. അങ്ങനെ നാറ്റോയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അമേരിക്കയോടുള്ള എതിർപ്പല്ല, തങ്ങൾക്ക് ട്രംപിനോടുള്ള എതിർപ്പാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗത്തുനിന്നായാലും അവിടുത്തെ അമേരിക്കൻ ജനതയുടെ ഭാഗത്തുനിന്നായാലും അമേരിക്കയിൽ ഒരു വലിയ വിഭാഗീയത തന്നെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പരസ്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. അതായത് റാൻഡി ജോർജ്, അവിടുത്തെ സൈനിക മേധാവിയെ പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെക്സത്ത് തന്നെ മാറ്റുന്നൊരു സാഹചര്യം പോലും അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ അമേരിക്കയ്ക്കകത്ത് തന്നെ ഇപ്പോൾ എങ്ങനെയാണോ IRGCയും അവിടുത്തെ ഭരണകൂടവും, താൽക്കാലികമായ ഭരണകൂടവും ഇറാനിൽ പരസ്പരം കൊമ്പുകോർത്ത് നിൽക്കുന്നത്, അതേപോലെ തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലും വലിയ രീതിയിൽ ഒരു അകൽച്ചയുണ്ട്, ഒരു പ്രക്ഷോഭമുണ്ട്, ഒരു ചക്കളത്തിപ്പോരുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേൽ വിചാരിച്ച എല്ലാ കാര്യവും നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അവരുടെ ആണവ സംഭരണ കേന്ദ്രങ്ങൾ തകർത്തു കഴിഞ്ഞു. അണ്വായുധ കേന്ദ്രങ്ങൾ അടിമുടി തകർത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിരുന്ന ഇസ്ഫഹാൻ മേഖലയെ അടിമുടി തകർത്തതൊരു പുകച്ചുരുൾ പോലെ ഉയരുന്നത് ലോകം കണ്ടതാണ്. അതോടൊപ്പം തന്നെ
ബുഷറ മേഖലയിലേക്ക് ഇന്നലെയും ആക്രമണം നടത്തി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം. അതിലൂടെ അവരുടെ ആണവശേഷി അടിമുടി തകർത്തു. അണുകിരണങ്ങൾ ഒരു ലീക്കേജ് തന്നെ ഈ മേഖലയിൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അത് ഒരുപക്ഷേ ഇറാൻ മാത്രമല്ല ദോഷം ചെയ്യുന്നത്. ഓപ്പോസിറ്റ് കിടക്കുന്ന സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ആയാലും ബഹ്റൈനെയും ഖത്തറിനെയും സംബന്ധിച്ചിടത്തോളം ആയാലും വലിയ പ്രശ്നം തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. എന്തായാലും ഇത് മധ്യേഷ്യയെ മാത്രമല്ല, പശ്ചിമേഷ്യയെ മാത്രമല്ല, മധ്യേഷ്യയും അടിമുടി തകർക്കുകയാണ് എന്നുള്ളതാണ്. ഉടൻ തന്നെ ഈ പ്രക്ഷോഭം അവസാനിച്ച് ഒരു ജനകീയ ഭരണകൂടം തന്നെ ഇറാനിൽ വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നില്ല എങ്കിൽ അതൊരു സമ്പൂർണ്ണ നാശത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. അത് മധ്യേഷ്യയെ അത്തരമൊരു സാഹചര്യത്തിലൂടെ, അതല്ലെങ്കിൽ അതൊരു ഓർമ്മയായി മധ്യേഷ്യയും പശ്ചിമേഷ്യയും മാറുന്ന ഒരു സാഹചര്യം തന്നെ ലോകത്തിൽ ഉണ്ടാകുവാൻ പോകുകയാണ്. ജനത അത്യധികം കഷ്ടതയിലാണ്. അതായത് ഇനി എങ്ങനെയാണ് അടുത്ത ദിവസം പുലരുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യം. മലയാളികൾ നിരവധി പേരാണ് ഇപ്പോഴും ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവർക്ക് ഇനി കൂട്ടത്തോടെ മലയാളികൾ കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും. അതിനെ എങ്ങനെയാണ് ഇനി കേരളം അതിജീവിക്കുക എന്നത് പറയാൻ പോലും കഴിയില്ല. ഗൾഫിൻ്റെ സമ്പത്താണ് നമ്മുടെ കേരളത്തെ പിടിച്ചു നിർത്തിയത് തന്നെ. 1970കളിലും 80കളിലുമായിട്ട് മലയാളികൾ ഗൾഫിലേക്കെത്തി അവിടെ തൊഴിലെടുത്താണ്, അവിടെ നിന്ന് നേടിയ വരുമാനത്തിലൂടെയാണ് നമ്മുടെ വിദ്യാഭ്യാസം ഒരുവിധം കരുപ്പിടിപ്പിച്ച് നിർത്തുവാൻ നമുക്ക് കഴിഞ്ഞത്, നമ്മുടെ ജീവിത നിലവാരം മാറിയത്. അല്ലാതെ ഇവിടെ തൊഴിലവസരങ്ങളൊന്നും ഭരിക്കുന്ന ഒരു സർക്കാരുകളും ഉണ്ടാക്കി തന്നിട്ടില്ല. അവിടെ നിന്ന് വന്ന NRI ഇൻകം കൊണ്ടാണ് പലപ്പോഴും കേരളം തന്നെ ജീവിച്ചത്. ആ നാട്ടിലാണ് ഇറാൻ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുന്നത്, വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നത്. ഡ്രോൺ മുഖേനയുള്ള ആക്രമണമാണ് നടക്കുന്നത്. പലതും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെന്ന് വീഴുന്നതെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മധ്യേഷ്യയിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ നിന്ന് എങ്ങനെയാണിത് മധ്യേഷ്യ അതിജീവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അത്തരത്തിൽ സൗദി അറേബ്യയിലേക്കായാലും UAE-യിലേക്കായാലും ഖത്തറിലേക്കായാലും ഒക്കെ വലിയ ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് നടക്കുന്നു. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആക്രമണം നടത്തുന്നത്. അമേരിക്കയ്ക്കെതിരെയാണ് ഈ യുദ്ധം എന്നതാണ് ഇറാൻ പറയുന്നത്. എന്നാൽ പോലും ഈ യുദ്ധം അടിമുടി മധ്യേഷ്യയെ തകർത്ത് കഴിഞ്ഞു. അവരുടെ സാമ്പത്തിക സ്ഥിതി അടിമുടി തകർത്ത് കഴിഞ്ഞു. എന്തായാലും ഇത് മുന്നോട്ട് നീക്കുവാൻ വലിയ പ്രയാസമാണ്. ഉടനടി ഒരു ജനകീയമായ ഭരണം ഇറാനിൽ വന്നില്ല എങ്കിൽ ഇത് വലിയ നാശനഷ്ടത്തിലേക്ക്, വളരെ ദോഷകരമായൊരു സാഹചര്യത്തിലേക്കായിരിക്കും പോകുക. അത് മധ്യേഷ്യയും പശ്ചിമേഷ്യയും മാത്രമല്ല, ഇവരെ ആശ്രയിച്ച്, ഇവരുടെ ഊർജ്ജ സമ്പത്ത് ആശ്രയിച്ച് ജീവിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാശനഷ്ടം തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.